പ്രിയപ്പെട്ടവരെ, നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതികതയുടെ വിസ്ഫോടനാത്മകമായൊരു വളർച്ചയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നിർമ്മിത ബുദ്ധി സാങ്കേതികതയും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ മനുഷ്യ വ്യക്തിയുടെ മേൽ യന്ത്രങ്ങൾ ആധിപത്യം സ്ഥാപിക്കപ്പെടുമോ, നിർമ്മിത ബുദ്ധി മനുഷ്യബുദ്ധിയെ മറികടക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു രീതിയിൽ സാങ്കേതികതയുടെ വളർച്ചയും നാം കാണാറുണ്ട്. ഈ ഒരു കാലത്താണ് വളരെ പ്രസക്തമായ ഒരു ചാക്രിക ലേഖനം പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് അഥവാ അതിമഹത്തായ മനുഷ്യവംശം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. 2026 മെയ് മാസം 25-ാം തീയതിയാണ് വത്തിക്കാനിൽ ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 5 അധ്യായങ്ങളും ആമുഖവും ഉപസംഹാരവുമുള്ള ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആശയങ്ങൾ സമകാലിക ലോകത്ത് വളരെ പ്രസക്തമാണ്. മനുഷ്യവംശം ഇന്ന് നേരിടുന്ന വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ലയോ 14 മാർപ്പാപ്പ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത് തന്നെ. പരിശുദ്ധ പിതാവ് പറയുന്നു, മനുഷ്യവംശം 2 തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ സാധ്യതകളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുകയാണ്. മറ്റൊരു ബാബേൽ ഗോപുരം പണിതുയർത്തണമോ, അതോ ദൈവത്തിനും മനുഷ്യവംശത്തിനും ഒരുപോലെ വസിക്കാൻ പറ്റുന്ന ഒരു നഗരം പണിയണമോ എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്. ഈ ആമുഖ വാചകങ്ങളോടെയാണ് നിർമ്മിത ബുദ്ധിയുടെ അത് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഈ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത്. മാഗ്നിഫിഷ്യന്റ് ഹ്യൂമാനിറ്റി എന്ന ഈ ചാക്രിക ലേഖനം മെയ് മാസം 25-ാം തീയതിയാണ് പുറത്തിറക്കുന്നതെങ്കിലും അതിന് ഒപ്പിടുന്ന ദിവസമായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് മെയ് മാസം 15-ാം തീയതിയായിരുന്നു. വളരെ ചരിത്രപരമായ ഒരു സാങ്കത്യമുണ്ട് ആ ഒരു തീയതിയുടെ തെരഞ്ഞെടുപ്പിന്. 135 വർഷങ്ങൾക്ക് മുമ്പ് 1891 മെയ് മാസം 15-ാം തീയതിയാണ് സഭയുടെ സാമൂഹിക പ്രബോധന രേഖയിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പ പുറത്തിറക്കിയത്. ലയോ 13 മാർപ്പാപ്പയുടെ സാമൂഹിക സംവേദനക്ഷമതയുടെ ഒരു തുടർച്ച തന്റെ അജപാലന ശുശ്രൂഷയിലും ഉണ്ടാകുമെന്നുള്ളത് ലയോ 14 എന്ന പേര് സ്വീകരിച്ചപ്പോൾ തന്നെ റോബർട്ട് പ്രവോസ്റ്റ് ലോകത്തോട് മുഴുവനും പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് തൊഴിലാളികൾ നേരിട്ട ചൂഷണങ്ങളെക്കുറിച്ചും സാമൂഹിക അസമത്വത്തെക്കുറിച്ചുമായിരുന്നു റേരും നൊവാരും സംസാരിച്ചത്. ഇന്ന് 135 വർഷങ്ങൾക്കിപ്പുറം നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെ നേരിടാൻ ആ പഴയ പാഠങ്ങൾ സഭയ്ക്ക് പ്രചോദനാത്മകമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച വളരെ വേഗത്തിലാണ്. ഇത് വെറും ഒരു സാങ്കേതിക വികസനം എന്നതിലുപരി മനുഷ്യന്റെ അന്തസ്സിനെയും അസ്തിത്വത്തെയും ബാധിക്കുന്ന ഒന്നാണെന്ന് ലയോ 14 മാർപ്പാപ്പ കരുതുന്നു. യുദ്ധങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം, തൊഴിൽ നഷ്ടം, വ്യാജ പ്രചരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകമെമ്പാടും ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇതിനൊരു ധാർമ്മികമായ ഉത്തരം നൽകാൻ വത്തിക്കാൻ തീരുമാനിക്കുന്നത്. ഈ ചാക്രിക ലേഖനത്തെ വെറും ഒരു പേപ്പർ മാത്രമായി ഒതുങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ കൂടെ വത്തിക്കാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. 2026 മെയ് മാസം 16-ാം തീയതി വത്തിക്കാൻ ഒരു പുതിയ ഇന്റർ ഡിക്കാസ്റ്റേറിയൽ കമ്മീഷൻ രൂപീകരിച്ചു. സഭയുടെ വിവിധ വിഭാഗങ്ങളെയും അക്കാദമികളെയും ഒരുമിച്ച് നിർത്തി നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ഥിരമായി പഠനങ്ങൾ നടത്താനും നയങ്ങൾ രൂപീകരിക്കാനും വേണ്ടിയാണ് ഈ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. ഇതിനായി ലോകത്തിലെ പ്രമുഖ AI വിദഗ്ധരെയും ശാസ്ത്രജ്ഞരെയും സഭ കൂടെ കൂട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ആന്ത്രോപിക് എന്ന പ്രമുഖ AI കമ്പനിയുടെ സഹസ്ഥാപകൻ ക്രിസ്റ്റഫർ ഓല ഈ ചാക്രിക ലേഖനത്തിന്റെ അവതരണ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് വളരെ ശ്രദ്ധേയമാണ്. സഭയും ആധുനിക ശാസ്ത്രവും തമ്മിലുള്ള സംവാദത്തിന്റെ ഒരു തുടർച്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്ന ഈ ചാക്രിക ലേഖനം കേവലം ഒരു മതപരമായ രേഖ മാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ആഗോള മാർഗരേഖയാണ്. വ്യാവസായിക വിപ്ലവകാലത്ത്
തൊഴിലാളികൾക്ക് വേണ്ടി സഭ എന്തു ചെയ്തോ അതിന് സമാനമായി ഈ ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യന്റെ അന്തസ് കാത്തു സൂക്ഷിക്കാനാണ് ലയോ 14 മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ പരിശ്രമിക്കുന്നത്. ആധുനിക കാലത്തെ കൃത്രിമ ബുദ്ധിയും മനുഷ്യന്റെ അസ്തിത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ചാക്രിക ലേഖനം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. സാങ്കേതിക വിദ്യ മനുഷ്യന് പകരമാവരുത് എന്ന ആശയം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രധാന കാതലാണ്. സാങ്കേതിക വിദ്യ എത്ര കണ്ട് വളർന്നാലും മനുഷ്യന്റെ അന്തസ്, ചിന്താശേഷി, സ്നേഹം, സഹാനുഭൂതി എന്നിവയ്ക്ക് പകരമാവാൻ യന്ത്രങ്ങൾക്ക് കഴിയില്ല. മനുഷ്യൻ ഒരു ഡാറ്റ മാത്രമാണെന്ന ആധുനിക സാങ്കേതിക ലോകത്തിന്റെ ധാരണയെ ഈ ലേഖനം എതിർക്കുന്നുണ്ട്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ യഥാർത്ഥ മഹത്വമെന്ന് ചാക്രിക ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സാങ്കേതിക വിദ്യ മനുഷ്യ വളർച്ചയ്ക്ക് സഹായകമായ ഒരു ഉപകരണം മാത്രമായിരിക്കണം. അത് മനുഷ്യന്റെ തീരുമാനങ്ങളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറരുത് എന്ന് ഈ ചാക്രിക ലേഖനം ഓർമ്മിപ്പിക്കുകയാണ്. സാമൂഹികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ചർച്ച ചെയ്യുന്നുണ്ട്. വ്യവസായ വിപ്ലവകാലത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി സഭ ശബ്ദമുയർത്തിയതുപോലെ ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യന്റെ തനിമയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഈ ലേഖനം അടിവരയിടുന്നു. ചുരുക്കത്തിൽ മനുഷ്യനെ ഒരു യന്ത്രത്തെ പോലെ കണക്കാക്കുന്ന പ്രവണതയെ ഈ ചാക്രിക ലേഖനം എതിർക്കുകയും സാങ്കേതിക വിദ്യയെ മനുഷ്യ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു പുതിയ ധാർമ്മിക ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുകയുമാണ് ചെയ്യുന്നത്. കേവലം നിയമങ്ങളും ചട്ടങ്ങളും കൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ വെല്ലുവിളികളെ നേരിടാനാവില്ലെന്ന് ഈ ചാക്രിക ലേഖനത്തിൽ ലയോ 14 പാപ്പ ചൂണ്ടിക്കാണിക്കുകയാണ്. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന കമ്പനികൾ പലപ്പോഴും ഇങ്ങനെയുള്ള നിയമങ്ങളെ മറികടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരു യഥാർത്ഥ മാറ്റം വരണമെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിലും ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവിലും മാറ്റമുണ്ടാവണമെന്നാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ഓർമ്മിപ്പിക്കുന്നത്. മുഖവും ശബ്ദവും സംരക്ഷിക്കുക എന്നുള്ള വളരെ പ്രസക്തമായൊരു നിരീക്ഷണം ഈ ചാക്രിക ലേഖനത്തിലുണ്ട്. നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യന്റെ ശബ്ദവും മുഖവും അനുകരിക്കാൻ കഴിയും. എന്നാൽ ഇത് യഥാർത്ഥ ബന്ധങ്ങളെയും പരസ്പരമുള്ള വിശ്വാസത്തെയും തകർക്കുമെന്ന് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥ മനുഷ്യ സാന്നിധ്യം ഇല്ലാത്ത ബന്ധം വെറും കൃത്രിമമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ തനതായ വ്യക്തിത്വത്തെയും സംഭാഷണത്തെയും ഡിജിറ്റൽ ലോകത്ത് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ലയോ 14 പാപ്പ പറയുന്നു. നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യ ഭാഷ അനുകരിക്കാനാവും, എന്നാൽ മനുഷ്യ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. നിർമ്മിത ബുദ്ധിക്ക് നിയമങ്ങൾ വിശകലനം ചെയ്യാനാവും, പക്ഷെ കരുണ കാണിക്കാനാവില്ല. അത് ഡാറ്റയെ തിരിച്ചറിയും, പക്ഷെ ആത്മാവിനെ തിരിച്ചറിയില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യനെ പോലെ സംസാരിച്ചാലും മനുഷ്യനെ പോലെ സ്നേഹിക്കാൻ കഴിയില്ല. മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുകയാണ്. സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി മനുഷ്യാസ്തിത്വത്തിന്റെ മഹത്വത്തെയാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. വേഗവും കൃത്യതയും മാത്രം ലക്ഷ്യം വെക്കുന്ന അൽഗോരിതങ്ങൾക്ക് മനുഷ്യന്റെ അത്ഭുതപ്പെടാനുള്ള കഴിവോ പ്രാർത്ഥിക്കാനുള്ള മനസ്സോ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള ശേഷിയോ പകരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകൾ മനുഷ്യന് പകരമാകുമ്പോൾ മാനുഷികമായ ഇത്തരം കഴിവുകളും സർഗശേഷികളും നഷ്ടപ്പെടുത്തുന്നത് മനുഷ്യന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുമെന്ന് ചാക്രിക ലേഖനം ഓർമ്മിപ്പിക്കുകയാണ്. തൊഴിലും സാമൂഹിക നീതിയും 1891 റോയരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യവസായ വിപ്ലവ കാലത്ത് തൊഴിലാളികളെ സഹായിച്ചതുപോലെ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് സാധാരണക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ചർച്ച ചെയ്യുന്നത്. തൊഴിലാളികളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കുന്നത് മനുഷ്യനെ യന്ത്രത്തിന് തുല്യമായി കാണുകയോ അതോ യന്ത്രങ്ങളെക്കാൾ താഴെ പ്രതിഷ്ഠിക്കുകയോ ചെയ്യുന്നതിന് തുല്യമാണെന്ന് ചാക്രിക ലേഖനം നിരീക്ഷിക്കുകയാണ്. ഏതാനും കുറച്ച് കമ്പനികളുടെ മാത്രം കൈകളിൽ സാങ്കേതികതയുടെ അധികാരം ഒതുങ്ങുന്നത് ലോകത്തിൽ അസമത്വം വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുമെന്ന് ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ലോകവ്യാപകമായ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തെക്കുറിച്ചുള്ള ഒരു ധാർമ്മിക രേഖയായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. പ്രമുഖ ടെക്നോളജി കമ്പനികളിലെ ഉന്നതർ ഈ രേഖയെ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു എന്നുള്ളത് അതിന്റെ തെളിവാണ്. നിർമ്മിത ബുദ്ധി വികസിക്കുമ്പോൾ ലാഭത്തെക്കാൾ മനുഷ്യന്റെ അന്തസ്സിന് മുൻഗണന നൽകണമെന്ന മാർപ്പാപ്പയുടെ നിലപാടിനെ പലരും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് AI ഡെവലപ്പർമാർക്കിടയിൽ തന്നെ ഒരു ധാർമ്മിക ചട്ടക്കൂട് വേണമെന്നുള്ള ആവശ്യം ഇക്കാലത്ത് ശക്തമാണ്. അതുപോലെ തന്നെ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണം എന്ന ആശയം പല ടെക് വിദഗ്ധരും ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യന്റെ മേൽനോട്ടമില്ലാത്ത ഒരു ബ്ലാക്ക് ബോക്സ് ആയി നിർമ്മിത ബുദ്ധി മാറരുത് എന്ന വാദത്തെ അവർ പിന്തുണയ്ക്കുന്നുമുണ്ട്.
അതുപോലെ തന്നെ ലോക നേതാക്കളും മാർപ്പാപ്പയുടെ ഈ പുതിയ ചാക്രിക ലേഖനത്തെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ തലത്തിൽ നയരൂപീകരണത്തിൽ ഇതിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വേദികളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ കൊണ്ടുവരാൻ ഈ രേഖ ഒരു വഴികാട്ടിയായി മാറും. പ്രത്യേകിച്ച് ആയുധങ്ങളിലും യുദ്ധങ്ങളിലും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന മാർപ്പാപ്പയുടെ ആഹ്വാനം ലോക നേതാക്കൾ തന്നെ ഗൗരവമായി കാണുന്ന വിഷയമാണ്. അവികസിത രാജ്യങ്ങളിൽ സാങ്കേതിക വിദ്യ സൃഷ്ടിച്ചേക്കാവുന്ന തൊഴിൽ നഷ്ടവും അസമത്വവും പരിഹരിക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ പല രാജ്യങ്ങളും നയരൂപീകരണത്തിന്റെ ഭാഗമാക്കാനും ഇടയുണ്ട്. സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും തള്ളിക്കളയാതെ അതിനെ മനുഷ്യ നന്മയ്ക്കായി എങ്ങനെ പരിവർത്തനം ചെയ്യാമെന്നതാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ കരുത്തെന്ന് പറയും. മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് സാങ്കേതിക വിദ്യക്കെതിരായിട്ടല്ല, അത് പൊതു നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന സർഗാത്മകമായ ഒരു ചർച്ചയായിട്ടാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുമായി ബന്ധമില്ലാത്ത വ്യക്തികളും സംഘടനകളും ഇതിനെ ഒരു ഗ്ലോബൽ എത്തിക്സ് ഗൈഡായി കാണാനിടയുണ്ട്. വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ് ആഗോളതലത്തിൽ ഇതിനെ വിലയിരുത്താൻ ഇടയുള്ളത്. സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മനുഷ്യന്റെ മൂല്യത്തെയും മഹത്വത്തെയും കൂടി പരിഗണിക്കണം എന്ന സന്ദേശമാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ ലോകത്തിന് നൽകുന്നത്. മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് നിർമ്മിത ബുദ്ധിക്കെതിരായിട്ടല്ല, മറിച്ച് അഗസ്റ്റീനിയൻ കാഴ്ചപ്പാടിൽ നിന്ന് പൊതുനന്മയുടെ സാക്ഷാത്കാരത്തിനായി അതിനെ നയിക്കാനാണ് പരിശ്രമിക്കുന്നത്. മനുഷ്യരാശിക്ക് സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്താനുള്ള തങ്ങളുടെ സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ശക്തിപ്പെടുത്താനും കഴിയണമെന്ന പ്രത്യാശയാണ് ഇതിന്റെ അന്തസത്ത. തങ്ങൾ നിർമ്മിത ബുദ്ധികൾക്കും യന്ത്രങ്ങൾക്കും ഉപരിയായി വിലയും മഹത്വമുള്ളവരാണെന്ന് മനുഷ്യന് ബോധ്യപ്പെടണമെന്നാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. മനുഷ്യനായിരിക്കുക എന്നതിന്റെ മേൽ നിഴൽ വീഴ്ത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ മോചനം മാംസം ധരിച്ച നിത്യവചനത്തെക്കുറിച്ചുള്ള ധ്യാനമാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉപസംഹാരത്തിൽ പ്രത്യാശയുടെ ഗീതമായ മറിയത്തിന്റെ മഗ്നിഫിക്കാത്ത് അഥവാ സ്തോത്രഗീതത്തെക്കുറിച്ചുള്ള പരാമർശത്തോടുകൂടിയാണ് ഈ ചാക്രിക ലേഖനം അവസാനിക്കുന്നത്. 21ാം നൂറ്റാണ്ട് നേരിടുന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയത്തെയാണ് വളരെ പോസിറ്റീവായി ലിയോ 14 മാർപ്പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനം ചർച്ച ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധിക്ക് എതിരായിട്ടല്ല, സാങ്കേതികതയ്ക്ക് എതിരായിട്ടല്ല, അതിന്റെ സ്ഫോടനാത്മകമായ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മനുഷ്യരാശിക്കുണ്ടാവേണ്ട വിവേചന ബുദ്ധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ ചാക്രിക ലേഖനം വികസിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണെന്നും മനുഷ്യന്റെ സർഗശേഷിക്ക് പകരം വയ്ക്കാൻ യന്ത്രങ്ങൾക്ക് കഴിവില്ലെന്നും യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ സേവകരാണെന്നും മനുഷ്യവംശത്തിന്റെ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കപ്പെടേണ്ടതാണെന്നുമുള്ള മനോഹരമായ സന്ദേശമാണ് നമ്മുടെ സമകാലിക ലോകത്തിന് മഹത്തായ മനുഷ്യവംശം എന്ന പേരിൽ രചിക്കപ്പെട്ട ഈ ചാക്രിക ലേഖനം കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സ്വാധീനം ചെലുത്തുന്ന ഈ കാലത്ത് അതിനെ വിവേചിക്കാനും പൊതുനന്മയ്ക്കായി ഉപയോഗിക്കാനും ലോകത്തിന് മുഴുവൻ, മനുഷ്യരാശിക്ക് മുഴുവൻ പ്രേരണയും ഒപ്പം പകരം വയ്ക്കാൻ പറ്റാത്ത മാനവികതയുടെ മഹത്തായ മൂല്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ലിയോ 14 പാപ്പ മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനം ലോകത്തിന് സമ്മാനിക്കുന്നത്.